നിരന്തരമായി ഇന്ത്യൻ ടീമിൽ പരിഗണിക്കാതെ അവഗണിക്കുന്നതിനെ തുടർന്ന് സഞ്ജു സാംസണോട് ഇന്ത്യ വിട്ട് മറ്റു രാജ്യത്തിനായിട്ട് കളിക്കാൻ തയ്യാറാവണമെന്ന് ഉപദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ താരങ്ങൾ. ഇതിലെല്ലാം ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം വീരേന്ദ്ര സെഹ്വാഗ് പറഞ്ഞത് തന്നെയാണ്. ഇതിനു മുൻപും സഞ്ജു സാംസനെ ഇന്ത്യൻ ടീമിൽ പരിഗണിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് പല തവണ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ സഞ്ജു സാംസന്റെ ആരാധകരും ഇപ്പോൾ ഈ കാര്യം തന്നെയാണ് കേട്ടോ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ വിട്ട് സഞ്ജു സാംസൺ മറ്റൊരു രാജ്യത്തിൽ കളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിനു മുൻപും ഇന്ത്യക്കായിട്ട് കളിച്ച പല താരങ്ങളും ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കളിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്ലെയർ കൂടിയാണ് കേട്ടോ. ഇന്ത്യക്കായിട്ട് അണ്ടർ-19 ക്യാപ്റ്റനായിട്ട് കളിക്കുകയും വേൾഡ് കപ്പ് നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഉന്മുഖ് ചന്ദ് കേട്ടോ. IPL പല ടീമിനായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടാത്തതിനെ തുടർന്ന് അദ്ദേഹം ഇന്ത്യൻ രാജ്യം വിട്ടിട്ട് അമേരിക്കയിൽ പോയിട്ട് കുടിയേറുകയും അവിടുത്തെ കൗണ്ടി ക്രിക്കറ്റ് കളിക്കുകയും അതിനുശേഷം നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വേൾഡ് കപ്പിൽ കളിക്കാൻ അവസരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ ഈ സഞ്ജു സാംസൺ മറ്റൊരു രാജ്യത്തിനായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BCCIയുടെ കോൺട്രാക്റ്റ് റദ്ദ് ചെയ്തിട്ട് വിരമിക്കൽ പ്രഖ്യാപനം നടത്തുക എന്നത് തന്നെയാണ് കേട്ടോ. വിരമിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ 3 വർഷത്തോളം കൂളിംഗ് പീരീഡ് ഉണ്ട്. ആ 3 വർഷത്തെ കൂളിംഗ് പീരീഡിൽ ഇന്ത്യക്കായിട്ട് ഒരു മത്സരങ്ങൾ പോലും കളിക്കാതിരിക്കണം എന്ന് തന്നെയാണ്. ആ 3 വർഷം കഴിഞ്ഞതിന് ശേഷം ICCയുടെ NOC മേടിച്ചതിന് ശേഷം തന്നെയാണ് കേട്ടോ മറ്റുള്ള രാജ്യങ്ങൾക്കായിട്ട് കളിക്കാനായിട്ട് പറ്റുള്ളൂ. 31 വയസ്സായ സഞ്ജു സാംസൺ ഈ ഒരു 3 വർഷത്തെ കൂളിംഗ് പീരീഡൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല ഏജ് ആവുകയും മറ്റു രാജ്യങ്ങളിലേക്ക് കളിക്കാൻ പോകുന്നതിനുള്ള അത്രയ്ക്ക് ഫിറ്റ്നസ് ഇല്ലാതാവുകയും ചെയ്യണ്ട. അതോടുകൂടിയിട്ട് തന്നെ ഈ ഒരു മറ്റു രാജ്യത്തിന് വേണ്ടി കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഇല്ലാതാവുകയും തൻ്റെ കരിയർ തന്നെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ.